നമസ്തേ. അങ്ങനെ AMMAയിലെ വിഷയങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ്. അൻഷിബ വീണ്ടും പരാതി കൊടുത്തിരിക്കുകയാണ്. തനിക്കെതിരെ വ്യാജമായിട്ടുള്ള വാർത്തകൾ, അതായത് മാനഹാനി ഉൾപ്പെടെയുള്ള കാര്യം, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇതിൽ ലക്ഷ്മിപ്രിയ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുടെയൊക്കെ ഒരു ഭാഗം ന്യായീകരിക്കുന്നവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഇവരുടെ ഒരു രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയമായതുകൊണ്ടാണ് ഇതിൽ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന സംഘടനയിൽ അൻസിബയുടെ ഒരു നീണ്ട ഇന്റർവ്യൂ കണ്ടിരുന്നു. അൻസിബ പറയുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അൻസിബയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻസിബ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അൻസിബ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ കോമൺ ആയി, വളരെ നാച്ചുറൽ ആയി ഏതൊരു മനുഷ്യനും തോന്നുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്തേക്കാണ് ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ ആയുധമായിട്ട് കൊണ്ടുവരുന്നത്. ഈ ആയുധമാക്കുന്നവർക്കിടയിലേക്കാണ് ആ സംഘടന അൻസിബ പറയുന്നത് അനുസരിച്ചിട്ട് സ്റ്റാർഡം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ വന്നു പോകാൻ കഴിയുന്ന ഒരു സംഘടനയാണ്. ഇവിടെ ഒരു തിരുത്തലാണ് വേണ്ടത്. അല്ലാതെ ഈ സംഘടന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സഫിഷ്യന്റ് ഫണ്ട് ഉണ്ട്, അവർക്ക് ഇതല്ല ഇതിനും അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പലരും യുവ നടന്മാരൊന്നും വരുന്നില്ല, സ്റ്റാർഡമുള്ള നടന്മാരൊന്നും വരുന്നില്ല. വരാത്തതിന് കാരണം അവർക്ക് ഉത്തരങ്ങൾ നൽകാത്തത് കൊണ്ടാണ്. മാധ്യമങ്ങളോട് കാണുമ്പോൾ അവർ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് വേണ്ടുന്ന ഉത്തരങ്ങൾ നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അൻസിബയുടെ ഇന്റർവ്യൂ നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അൻസിബ തന്നെ പറയുന്നത് ഇപ്പൊ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, പക്ഷെ അത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അൻഷിബ പറയുന്നുണ്ട്, 17 പേരുടെ ഒരു മീറ്റിംഗിലേക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നു. അപ്പൊ അൻസിബ ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ഈ 17 പേർക്ക് കഴിക്കാൻ എന്ന് ചോദിച്ചു. അതിന് പരിഹാസമായിരുന്നു മറുപടി. അതുകൊണ്ട് തന്നെ അൻസിബ അവിടെ നിന്ന് അന്ന് ഫുഡ് കഴിക്കാതെയാണ് പോയത് എന്ന് പറയുന്നു. പെട്ടെന്ന് അത് കഴിഞ്ഞ് പറയുകയാണ്, സഞ്ജീവനി എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കലാണ്. ഈ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നതിന് ശേഷം അൻസിബയെ മാറ്റുകയാണ്. ഇത് തുറന്ന് ഈ പറയുന്ന സഞ്ജീവനിയിൽ അംഗങ്ങളായിട്ടുള്ളവരോട് പറയാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് അൻസിബ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മറ്റിടത്ത് നിന്ന് വരുന്നതാണ് സംഘപരിവാർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ഇതിലേക്കൊരു രാഷ്ട്രീയം കലർത്തുകയാണ്. ഈ രാഷ്ട്രീയം കലർത്തേണ്ടുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, മമ്മൂക്കയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ആർക്കും പറയാം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നടൻ മുകേഷിന്റെ കാര്യം എടുത്ത് നോക്കുക. അദ്ദേഹം MLA ആയിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് MLA ആയിരുന്നു അല്ലെ. പിന്നീടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഗണേഷ് കുമാർ ഒരു കേരള കോൺഗ്രസ്സുകാരനുണ്ട്, സിദ്ദിഖ് ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്തിനധികം ഇപ്പൊ MLA ആയിട്ടുള്ള നമ്മുടെ രമേശ് പിഷാരടി, അദ്ദേഹം ഒരു MLA കൂടിയായിട്ടുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണ്. ജഗദീഷ് നമുക്കറിയാം, നടൻ ജഗദീഷും കോൺഗ്രസ്സുകാരനാണ്. ഇവർക്കൊക്കെ രാഷ്ട്രീയമാകാം, പക്ഷെ ഇതിൽ അൻസിബ പറഞ്ഞ വിഷയമേ അല്ല, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ പറയുന്ന ഒരു വിഷയമോ, ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിലും ഇത്തരത്തിൽ രാഷ്ട്രീയം ഈ നടന്മാരുടേതായിട്ട് കരുതേണ്ടത്. അവർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ രംഗത്തിറങ്ങുമ്പോൾ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇവിടെ പൊതുവായിട്ട് BJP എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമായിട്ട് മാറ്റേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം. കാരണം ഇത് ഏത് തരത്തിൽ പോയാലും നിങ്ങൾ ഒരു സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ആളല്ല, BJPയെ അനുകൂലിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചമയ്ക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഹൈപ്പ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് BJPക്കോ സംഘപരിവാറിനോ ആണ്. അവർക്ക് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് അറിയാം. നമുക്ക് അറിയാമല്ലോ, രാജ്യമൊട്ടാകെ ഇപ്പോൾ BJP പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. നമുക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിനെ അംഗീകരിച്ച് തന്നെ ആകണം. അപ്പോഴാണ് നമുക്ക് ഇവരെങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ വളർച്ച എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.
അതല്ലാതെ അന്ധമായിട്ടുള്ള ഒരു വിരോധം വെച്ചുകൊണ്ട് കണ്ണും പൂട്ടി എല്ലാത്തിനെയും എതിർക്കുക, അല്ലെങ്കിൽ മതപരമായിട്ടൊക്കെ ആ ഒരു രാഷ്ട്രീയം പറയുന്നവരെ എതിർക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്നവർക്ക് സ്വീകാര്യത പിന്നീട് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതല്ല, നമ്മൾ പറയുന്ന ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന വസ്തുത വെച്ച ആ ഒരു കാര്യത്തെ നമ്മൾ തകർക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അതിന് പ്രശ്നമുണ്ടാകുന്നില്ല. എന്നാൽ ഇതിനെ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെ ഏഹ് എന്താ പറയാ, അവരെ നോട്ടമിട്ടുകൊണ്ടുള്ള ചില പ്രൊപ്പഗാൻഡകൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് അവർക്ക് ഗുണകരമാകും. കാരണം ഈ ഇത്തരത്തിൽ നോട്ടമിട്ട് പ്രൊപ്പഗാൻഡ നടത്തുന്നതെല്ലാം ബി.ജെ.പിക്ക് എതിരെയാണ്, സംഘപരിവാറിനെതിരെയാണ്. ഇത് എന്നും സംഘപരിവാറിന് ഗുണകരമായിട്ടുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളിലൂടെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഈ ജിഹാദി വിളി വരുന്നത്. അപ്പോ ജിഹാദി വിളി ഒരു പക്ഷേ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. ഇപ്പോ മമ്മൂക്കയുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ നമ്മൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി ഇത്തരത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നടന്മാരെ നോക്കാം. ആദ്യത്തേത് ഉറപ്പായിട്ടും സുരേഷ് ഗോപിയാണ്. രണ്ടാമത്തേത് ഉണ്ണി മുകുന്ദന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് അറിയാം എന്നുള്ളതാണ്. പിന്നെ കൃഷ്ണപ്രസാദ്, വിവേക് ഗോപൻ, ദേവൻ, മേജർ രവി, അഞ്ജലി നായർ, ഈ ലക്ഷ്മി പ്രിയ, ശ്വേത മേനോൻ, അനുശ്രീ. അപ്പൊ അനുശ്രീയുടെയൊക്കെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടും. കാരണം അനുശ്രീയൊക്കെ കഴിവുള്ള കലാകാരിയാണ്. പക്ഷേ അനുശ്രീ ഒന്നും പിന്നീട് അനുശ്രീയുടെ ഒരു രാഷ്ട്രീയം പറയാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ രാഷ്ട്രീയം പറഞ്ഞതിന് ശേഷം അനുശ്രീക്ക് സിനിമകൾ വളരെ കുറവാണ് എന്നുള്ളത് വാസ്തവമാണ്. ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ വളരെ കുറവാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്തുകൊണ്ടാണ്? ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയമോ പറയുന്നിടത്ത് മാത്രം ഒരു വളർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ച് അതൊരു തെറ്റായ പ്രവണതയാണ്. ആർക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, അല്ലെ? അപ്പൊ അതിൽ കലാകാരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ഗുണം അതുപോലും ഒന്ന് ആലോചിച്ചു നോക്കണം. ഈ കഴിഞ്ഞ ദിവസം സംവിധായകൻ കമാലുദ്ദീൻ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ വരികയാണ് സിനിമയിലേക്കും. അതിനെന്താണ്? ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്കും കല കല എന്ന് പറയുന്നത് സ്വന്തമല്ലേ? അങ്ങനെ ഉള്ള ആളുകൾ എതിർക്കപ്പെടണം എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ വെക്കുന്നത് പോലും സത്യത്തിൽ ഈ ഒരു പാർട്ടിക്ക്, ഈ സംഘടനയ്ക്ക് വളരാനുള്ള ഇടമായി മാത്രമേ മാറുകയുള്ളൂ. അത് മനസ്സിലാക്കാത്തവരെല്ലാവരും മണ്ടന്മാരാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോ ഇവരെല്ലാം ഇപ്പൊ തന്നെ നോക്കൂ, ഇത് പരസ്പരമുള്ള ഒരു തമ്മിലടി. ഇപ്പൊ അൻസിബയുടെ സംസാരം കേട്ടാൽ അറിയാം, അൻസിബ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള അതിലുള്ള ഫണ്ടുകളുടെ വിനിയോഗത്തിലുള്ള പ്രശ്നങ്ങൾ, അഴിമതി, അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ള അതായത് കൃത്യമായി ഇവർക്ക് മരുന്ന് എത്തിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിടത്താണ് അൻസിബ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ അൻസിബ സംസാരിച്ചു തുടങ്ങുമ്പോൾ അൻസിബയോട് മറുപടി പറയുകയാണ് വേണ്ടത്. ഇത് ഇങ്ങനെയാണ്, കൃത്യമായ കണക്ക്. അൻസിബ ആ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു വെള്ള പേപ്പറിൽ നമുക്ക് ചുമ്മാ ഇന്നയാള് ഇത്ര രൂപ തന്നു എന്ന് പറയുന്നത് പോലെയാണ് അവര് വാർഷിക റിപ്പോർട്ട് പോലും വെച്ചത്. അതിന് പറയുന്ന കാരണം പോലും നമുക്ക് നീതീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ, ശ്വേത മേനോൻ ആയിക്കോട്ടെ, ഇവരൊക്കെ രാഷ്ട്രീയം പറഞ്ഞു, രാഷ്ട്രീയപരമായിട്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയമായതുകൊണ്ട് തങ്ങളെ എതിർക്കുന്നു എന്ന് പറയുകയും അവർക്കെതിരെ ഇതിനെതിരെ വരികയാണ്, ഇത്തരത്തിലുള്ള ഇവരെ അൻസിബയെ വെച്ചുകൊണ്ട് തകർക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അൻസിബ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഈ ഒരു വിഷയം പോവുകയാണ്. ഇവരിത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ നിൽക്കില്ല. മാത്രമല്ല അൻസിബ വളരെ ഇന്നസെന്റ് ആയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അൻസിബയുടെ ഒരു ഉദ്ദേശശുദ്ധിയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ നേരെ ഓപ്പോസിറ്റിൽ നിന്നുള്ള റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളും കുറവല്ല. ഇപ്പൊ തന്നെ ഇതൊരു ഒരു അജണ്ട സെറ്റിങ്ങോ എന്താ അതിനെ പറയാ, ഇപ്പൊ തന്നെ ഈ ഒരു കലാകാരന്മാർക്കിടയിലേക്ക് ഈ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇതൊരു രാഷ്ട്രീയമല്ല, ഇത് കലാകാരന്മാരുടെ ഒരു സംഘടനയാണ്. ഈ കലാകാരന്മാരുടെ സംഘടനയിലേക്ക് മനഃപൂർവമോ അല്ലാതെയോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ അത് ഈ ഈ സംഘടന തന്നെ ഒരുപക്ഷെ പിന്നീട് ഇല്ലാതെയായി പോകാനുള്ള സാധ്യതകൾക്ക് വഴിവെക്കാൻ ഇടയുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ആളുകളെ സുരേഷ് ഗോപി മുതൽ ഇങ്ങറ്റം ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ളവരെയൊക്കെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചാൻസുകൾ ഇല്ലാതെയായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു പ്രവണതയല്ല. മറ്റൊന്ന്, ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ ഇത് ഇവിടെ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലാതെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ജിഹാദി എന്നൊക്കെ വിളിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്ന വിധത്തിൽ വളർന്ന് പന്തലിച്ച ഒരു പാർട്ടി ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടന ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. നമുക്ക് വിഷയത്തെ വിഷയം കൊണ്ട് തന്നെ എന്താ പറയാ എതിർക്കുന്നതും ആ വിഷയം കൊണ്ട് ആശയം കൊണ്ട് എതിർക്കുന്നതും ഇല്ലാതെയാക്കുന്നതുമാണ് നല്ലത്. അല്ലാത്ത ഇടത്തോളം ഇത് വലിയ വിഷയങ്ങളിലേക്ക് പോവുകയും ഈ പ്രശ്നവും ഇപ്പൊ ഇത്രയും പേർക്കെങ്കിലും ഉപകാരം ചെയ്യുന്ന ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടന തന്നെ ഇല്ലാതെയായി പോകാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ചെയ്തപ്പോൾ ഈ സംഘടനയെ ഇല്ലാതിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ പോലും പറഞ്ഞതിന് പിന്നിലുള്ള ഒരു കാര്യം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മാധ്യമം പറഞ്ഞു, ഇത് ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല, ഇവരുടെ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് ബിഗ് ടി വി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത് തുപ്പി തോണ്ടി ചൊറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഏതൊരു സംഘടനയ്ക്കും കൃത്യമായ റിപ്പോർട്ടും കണക്കും കാര്യങ്ങളും ഉണ്ടാകണം. അത് ആര് ചോദ്യം ചെയ്യാലും അവർക്ക് മുമ്പിൽ ഇതാണ് കണക്ക്, ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിക്കാനും അതിന്റെ അമരത്തിരിക്കുന്നവർക്ക് പറ്റണം. അല്ലാതെ ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ പെട്ടെന്ന് ഒരു ദിവസം ആ ക്യാബിൻ പോലും ഇല്ലാത്ത രീതിയിലേക്ക് അവരെ സംസാരിപ്പിക്കാതെ ആക്കുകയല്ല വേണ്ടത്. ഒരു നല്ല ഉദ്ദേശ ശുദ്ധിയോടുകൂടി കാര്യം കൊണ്ടുവന്ന് ഒരാൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധമായിട്ടാണ് മാറുന്നത്. ഒരുപക്ഷെ അൻസിബ പോലും ചിന്തിക്കാത്ത തരത്തിലേക്കാണ് ഇത് മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അൻസിബ ഈ വിഷയങ്ങൾ ഇതിനുള്ളിൽ തീരണം എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. അതിന് പറ്റാതെ അതിന് മറ്റുള്ള തരത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് അൻസിബയുടെ മുറിയിൽ മറ്റൊരാളെ കൊണ്ട് അങ്ങനെയുള്ള മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും നമ്മൾക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയില്ല. ഈ കലാകാരന്മാർക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുന്നതും ശരിയായ ഒരു പ്രവണതയല്ല. ആ പ്രവണത ഉണ്ടെങ്കിൽ അതും ഈ കലാരംഗത്ത് നിന്ന് ഈ AMMയിൽ നിന്ന് അതെടുത്ത് മാറ്റേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.